AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു ശാസ്ത്ര വിഷയമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ ആകാംക്ഷാഭരിതരായി മാറ്റിയ ഒരു സംഭവം നമുക്കറിയാം. 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ അടുത്ത് ഉണ്ടായ വലിയ സുനാമി. ഈ സുനാമിയുടെ ദുരന്ത ഫലങ്ങളാണ്. ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് ജീവിച്ച് കടന്നു പോയിട്ടുള്ള പല തലമുറകൾക്കും സുനാമി എന്താണെന്നോ അല്ലെങ്കിൽ ആ വാക്കുകൾ പോലും അവരുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സുനാമിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പല തലമുറകൾക്കും കഴിഞ്ഞിട്ടില്ല. ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ നമ്മുടെ തലമുറയ്ക്ക് സുനാമിയെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനുമൊക്കെ അവസരമുണ്ടായി എന്നുള്ളതാണ് സത്യം. സുനാമി എന്ന പ്രതിഭാസം, അതിൻ്റെ ആഘാതശേഷി എത്ര വലുതാണെന്നും മനുഷ്യരാശിയെപ്പോലും പിടിച്ച് കുലുക്കുവാൻ അതിന് സാധിച്ചുവെന്നും നാം കണ്ടു. അപ്പോൾ സുനാമി എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിലുള്ള ഒരു ലഘു വിവരണമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കടലിൻ്റെ അടിത്തട്ടിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് സുനാമി ഉണ്ടാവുന്നത്. സുനാമി ഉണ്ടാവുന്നതിന് ഭൂകമ്പത്തിൻ്റെ ശക്തി റിക്ടർ സ്കെയിലിലെ 7 അതിന് മുകളിലോ ആയിരിക്കണം. ഭൂകമ്പത്തിൻ്റെ ശക്തി അളക്കുന്ന ഒരു സ്കെയിലാണ് റിക്ടർ സ്കെയിൽ, നമുക്കറിയാം. അതിൽ 1 മുതൽ 10 വരെയുള്ള അളവുകളാണുള്ളത്. അപ്പോൾ 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് വളരെ നേരിയ ഒരു ചലനമായിരിക്കും. പലപ്പോഴും മനുഷ്യർക്കോ നമുക്കൊന്നും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. 2ഉം ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ. പക്ഷെ 3 മുതലുള്ള റിക്ടർ സ്കെയിൽ 3 മുതൽ മുകളിലേക്ക് വരുന്ന ഭൂകമ്പങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യർക്ക് കഴിയും. 3, 4, 5 അങ്ങനെ വരുന്ന ഭൂകമ്പങ്ങൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ, കേരളത്തിലുണ്ടായ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂകമ്പം നമുക്ക് ഇതേമാതിരി ഡിസംബറിലുണ്ടായ ഭൂചലനമാണ്. അത് 5.1 റിക്ടർ സ്കെയിലിൽ. പക്ഷേ അത് കേരളം മുഴുവനുള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമായിരുന്നു. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് അടുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അതിൻ്റെ ഫോക്കസ് പോയിൻ്റ്. അത് കരയിലുണ്ടായ ഭൂകമ്പം. കടലിൽ ഇതേ രീതിയിൽ കടലിൻ്റെ അടിത്തട്ടിൽ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് നമുക്ക് സുനാമി ഉണ്ടാവുന്നത്. സുനാമിയുടെ പ്രത്യേകത, റിക്ടർ സ്കെയിൽ ഞാൻ പറഞ്ഞു 7 അതിന് മുകളിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ സുനാമി സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ 7 എന്ന് പറയുന്ന റിക്ടർ സ്കെയിലിലെ 7 ശക്തിയുള്ള ഒരു ഭൂകമ്പം കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടായാൽ നിർബന്ധമായിട്ടും സുനാമി ഉണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന് റിക്ടർ സ്കെയിലിൽ 7 ആഘാതശേഷിയുള്ള ശക്തിയുള്ള ഒരു ഭൂകമ്പം കടലിൻ്റെ അടിത്തട്ടിൽ വളരെ ആഴത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ അത് സുനാമി സൃഷ്ടിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം കടലിൻ്റെ അടിത്തട്ടിൽ ഏറെയൊന്നും ഉൾപ്രദേശത്തല്ലാതെ ഏതാണ്ട് അടുത്ത പ്രദേശത്ത്, ഉപരിതലത്തിനടുത്ത്, അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിനടുത്താണ് ഫോക്കസെങ്കിൽ, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായ സ്ഥലം എങ്കിൽ സുനാമി സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. എന്താണ് സുനാമി എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ വർഷങ്ങളായിട്ട് ഒരു ജിയോളജിസ്റ്റ് എന്നുള്ള ജിയോളജി അധ്യാപകൻ എന്ന നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുനാമിയും എർത്ത്ക്വേക്കും ഒക്കെ. മാത്രമല്ല, എർത്ത്ക്വേക്കിനെ കുറിച്ച്, ഭൂകമ്പങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ എന്നതിൻ്റെ ഒരു പുസ്തകം കോട്ടയത്തെ DC ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു പാഠം 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. സുനാമി വന്നപ്പോൾ ഇതൊരു പുതിയ പ്രതിഭാസമായിട്ട് വളരെ വളരെ കുറച്ച് ആളുകൾക്ക് സുനാമി എന്താണ് എന്ന്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള അറിവ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതൊന്നും സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളോ ഇന്ത്യയിലെ ജനങ്ങളോ ഒന്നും ഇതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം
നിരവധി വേദികളിലെ സുനാമിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ആയിരുന്ന അന്ന് സ്പീക്കറായിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ്റെ ആവശ്യപ്രകാരം നിയമസഭയിലെ ബാങ്കറ്റ് ഹാളിൽ MLA-മാർക്കും മിനിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി ഇത് സംബന്ധിച്ച ഒരു ക്ലാസ് എടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് വളരെ വളരെ അനുരണനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ആ ടോക്കിൻ്റെ അവസാനം ഞാൻ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അന്ന് E.T. മുഹമ്മദ് ബഷീർ അദ്ദേഹമൊക്കെ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു യു. അതെന്താണെന്ന് ചോദിച്ചാൽ, വികസിത രാജ്യങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളെ പഠിക്കുവാനും അതിൽ ഗവേഷണം നടത്തുവാനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെയുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ, അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും അതൊക്കെ തുടങ്ങേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറഞ്ഞ് ആണ് ഞാൻ ആ ടോക്ക് അവസാനിപ്പിച്ചത്. അതേ തുടർന്ന് പിന്നീട് മിനിസ്റ്റർ തന്നെ നേരിട്ട് ഇടപെടുകയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ്റെ കീഴിൽ ഈ ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസൊക്കെ തയ്യാറാക്കി MG സർവകലാശാലയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ തുടങ്ങി. അതവിടെ നിൽക്കട്ടെ, ഞാൻ വിഷയം വിട്ടുമാറുന്നില്ല. എന്താണ് സുനാമി, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സുനാമി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്, എന്താണ് അതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, അതെങ്ങനെയാണ് വലിയ ആഘാതശേഷി അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ള ഒരു പ്രകൃതി പ്രതിഭാസമായി മാറുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടലിൻ്റെ അടിത്തട്ടിൽ ഉള്ള പ്രദേശങ്ങളിൽ കടലിൻ്റെ അടിത്തട്ടിലെ പ്രതലം തെന്നി മാറുമ്പോഴാണ് കടലിൻ്റെ അടിയിൽ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കരയിലാണെങ്കിൽ കരയിലുള്ള കരപ്രദേശത്തെ നമ്മുടെ സർഫസ് തെന്നി മാറുമ്പോഴാണ് ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് കടലിൻ്റെ അടിയിൽ നൂറ്റാണ്ടുകളായിട്ട് ഊർജം കുമിഞ്ഞുകൂടുകയും അത് പാളികൾക്ക് കടലിൻ്റെ അടിത്തട്ടിലുള്ള ഭൗമ പാളികൾക്ക് താങ്ങാവുന്നതിനപ്പുറത്തിലേക്ക് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ പൊട്ടി കടലിൻ്റെ അടിത്തട്ട് പൊട്ടി തെന്നി മാറുകയും ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി, വലിയ ഊർജ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും. അത് അങ്ങനെ ഉണ്ടാകുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ തെന്നിമാറലുകൾ ചിലപ്പോൾ വലിയ വൻ ഗർത്തത്തിന് കാരണമാകാം. ഒരു ഭൂപ്രദേശം, ഉദാഹരണത്തിന് പറഞ്ഞാൽ സുമാത്രയിലുണ്ടായ ഭൂകമ്പത്തിൽ ഏതാണ്ട് 700 കിലോമീറ്റർ കേരളത്തിനുള്ള ലെങ്ത് അത്രയും നീളത്തിലുള്ള ഒരു വലിയ ഭൂപ്രദേശം പൊട്ടി താഴേക്ക് പോയി നമുക്കറിയാം. അപ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ഗർത്തത്തിലേക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ജലം പ്രവഹിക്കുകയും അങ്ങനെയാണ് നമുക്ക് കടൽ പിൻവലിയുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. നമ്മുടെ സർഫസിൽ, നമ്മുടെ കടൽ തീരത്തിൽ നമുക്കറിയാം വെള്ളത്തിൻ്റെ ഡെപ്ത് കുറവാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള കടൽ തീരങ്ങളിൽ നിന്നും ജലം ഉൾവലിയുകയും ഈ പുതുതായി സൃഷ്ടിക്കപ്പെട്ട വലിയ ഗർത്തത്തിലേക്ക് ഈ വെള്ളം എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടാണ് ഈ സുനാമി ഉണ്ടാകുന്ന അവസരത്തിൽ കരയിൽ നിന്ന് കടലിലേക്ക് ജലം ഒഴുകുന്നത്. നമുക്കറിയാം, നമ്മുടെ കന്യാകുമാരി വിവേകാനന്ദ പാറയിലൊക്കെ ഇൻ ബിറ്റ്വീൻ കന്യാകുമാരി വിവേകാനന്ദ പാറയുടെ ഇടയിലുള്ള ആ ജലം മുഴുവൻ ഇതുപോലെ ഉൾവലിഞ്ഞു പോയി. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കടലിൻ്റെ അടിത്തട്ട് പൊട്ടി താഴേക്ക് പോയി വലിയൊരു ഗർത്തം രൂപീകരിച്ചാലും നമുക്കറിയാം ഈ ഉപരിതലത്തിലുള്ള പാറകൾക്കാണ് സാന്ദ്രത കുറവ്, ഡെൻസിറ്റി കുറവ്. അടിയിലേക്ക് ചെല്ലുന്തോറും ഡെൻസിറ്റി കൂടി വരും. അതുകൊണ്ട് ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഭൂപ്രദേശത്തിന് ഡെൻസിറ്റി കൂടിയ പ്രദേശത്ത് പോയി തങ്ങാൻ സാധിക്കില്ല. ഇറ്റ് ഹാസ് ടു കം ബാക്ക്, അത് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ സംഭരിക്കപ്പെട്ട ജലമെല്ലാം പുറത്തേക്ക് ഒഴുകും. അങ്ങനെയാണ് സുനാമി തിരമാല അത് പുറത്തേക്ക് ഒഴുകി കടൽ തീരത്ത് എത്തുമ്പോൾ ഈ തിരമാലകൾ കടൽ തീരവുമായി കൂട്ടിമുട്ടുകയും അവിടെ വലിയ തിരമാലകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. പലപ്പോഴും ഞാൻ ഇത് വർഷങ്ങളായി അധ്യാപന നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാറുള്ളതെന്ന് വെച്ചാൽ, ഒരു വലിയ ഗ്രൗണ്ട് നിങ്ങൾ
സങ്കല്പിക്കുക. ആ വലിയ ഗ്രൗണ്ടിൽ ഒരു മൂർഖൻ പാമ്പ് അതിനെ നമ്മൾ തുറന്നു വിട്ടാൽ വളരെ വേഗത്തിൽ മൂർഖൻ പാമ്പ് ഈ ഗ്രൗണ്ടിൽ കൂടി ഓടും. പക്ഷേ ഈ മൂർഖൻ പാമ്പിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ അത് പത്തി വിടർത്തി ഉയർന്നു നിൽക്കും. അതുപോലെയാണ് ഈ സുനാമി തിരമാലകൾ കടലിൻ്റെ അടിയിൽ കൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും കരയിലെത്തുമ്പോൾ അതിൻ്റെ സഞ്ചാര വീതിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുകയാണ്. കരയിൽ വന്നിടിക്കുന്നു, ഉടനെ അത് പത്തി വിടർത്തിയാടുന്ന മൂർഖനെ പോലെ ഇത് വലിയ തിരമാലകൾ സൃഷ്ടിക്കും. കടൽ തീരത്ത് നാശങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ സൃഷ്ടിക്കും. അങ്ങനെ സുനാമിയുടെ ആഘാതശേഷി മുഴുവൻ നമുക്ക് അനുഭവപ്പെടുന്ന കടൽ തീരത്താണ്. കടലിൻ്റെ ഉള്ളിൽ ഇത് വളരെ നിശബ്ദമായിട്ട് ആരാലും അറിയപ്പെടാതെ ഈ ഊർജ തിരമാലകൾ കരയിലേക്ക് പ്രവഹിക്കും. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കടലിൻ്റെ അടിയിൽ കൂടി തിരമാലകൾ, സുനാമി തിരമാലകൾ പോയാൽ പോലും അവർക്കൊന്നും സംഭവിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുകൂടിയായിട്ടുള്ള നോവലിസ്റ്റ് NB മുഹമ്മദിൻ്റെ മകൻ NB ഹാഫീസ് മുഹമ്മദ്, അദ്ദേഹം കോഴിക്കോട് ഒരു കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹത്തോട് ഒരിക്കലും ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മനോഹരമായ കഥ എഴുതി. രാവിലെ മുക്കുവന്മാരെ കടലിൽ പോകുന്നു, തിരിച്ച് മത്സ്യബന്ധനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ കുടിലും ഒന്നും കാണുന്നില്ല, എല്ലാം നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെയൊരു, അതായത് ആ കഥയുടെ സാരാംശം. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പ്രതിഭാസമാണ്. നമുക്കറിയാം ഈ സുനാമി ഉണ്ടായ സുമാത്ര ദ്വീപ് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊന്നും ഒരുപാട് അകലെയല്ലാത്തതുകൊണ്ട് കടലിൽ കൂടെ ഈ ഊർജ തിരമാലകൾ വളരെ വേഗം ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, കേരളത്തിലും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഏതാണ്ട് 2,30,000 ആൾക്കാരാണ് മരണപ്പെട്ടത്. അപ്പോൾ ആ സുനാമിയുടെ ആഘാതശേഷിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു. നാശനഷ്ടങ്ങളുടെ തോത് പറഞ്ഞാൽ തീരില്ല, അത്രയും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അങ്ങനെ പ്രകൃതി പ്രതിഭാസത്തിൻ്റെ മുന്നിൽ ഇത്രയും വലിയൊരു പ്രകൃതി പ്രതിഭാസം പല തലമുറകളും കണ്ടിട്ടില്ല. ഇനി ഒരുപക്ഷെ ഒരു വലിയ സുനാമി, ഇതുപോലെയുള്ള സുനാമി ഉണ്ടാണെങ്കിൽ 2-3 തലമുറകൾക്ക് ശേഷമായിരിക്കാം. അപ്പോൾ ഈ സുനാമി തിരമാലകൾ സൃഷ്ടിക്കപ്പെടുന്നത് നാം അറിയുന്നില്ല. കടലിൻ്റെ അടിത്തട്ടിലാണ് വലിയ തിരമാല. കടൽ ഉൾവലിയുമ്പോൾ നമുക്കിത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു പ്രദേശത്തെ കടൽ ഉൾവലിയുകയാണെങ്കിൽ നമ്മൾ ജാഗരൂകരാകണം. എന്തോ സംഭവിക്കാൻ പോകുന്നു, സുനാമിക്കുള്ള സാധ്യതയാണിത് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ നാശനഷ്ടങ്ങളുടെ തോത് കുറയ്ക്കാം, നമുക്ക് മുൻകരുതൽ നടപടികൾ പലതും സ്വീകരിക്കാൻ കഴിയും. അതാണ് സുനാമി എന്ന് പറയുന്ന ഈ പ്രകൃതി പ്രതിഭാസത്തിൻ്റെ കാതലായ ഭാഗം. തീർച്ചയായിട്ടും കടലിനടിത്തട്ടിലുള്ള ഭൂകമ്പങ്ങളാണ് കാരണം. അത് ഊർജ തിരമാലകൾ, ഒരുപാട് ഊർജം, ഇത് പൊട്ടി ഒരു കടൽ പ്രദേശം പൊട്ടി താഴുമ്പോൾ ഉണ്ടാകുന്ന ഊർജം, പുറത്തേക്ക് പ്രവഹിക്കുന്ന ഊർജം ആണ് സുനാമി തിരമാലകളായി കരയിലേക്ക് വരുന്നതും അതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും വലിയ വലിയ നാശനഷ്ടങ്ങൾ കാരണമായി തീരുന്നത്. കോസ്റ്റൽ ഏരിയയിലുള്ള മീൻപിടുത്തക്കാരോ ബോട്ടും ഒക്കെ തകർന്ന് തരിപ്പണമായി പോകാം. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിഭാസം. ആ ഒരു പ്രതിഭാസത്തെക്കുറിച്ച്, ഏത് പ്രതിഭാസത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യാം. അപ്പം ഏത് കടൽ തീരം, നമുക്ക് കേരളത്തിൽ 700 കിലോമീറ്ററോളം കടൽ തീരമുണ്ട്. കടൽ തീരം നമുക്കറിയാം, കോസ്റ്റൽ ഏരിയ, മിഡിൽ ഏരിയ, അതുപോലെ നമുക്ക് ഉയർന്ന പ്രദേശം അങ്ങനെയുള്ള ആ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആൾക്കാർ സുനാമിയെക്കുറിച്ചുള്ള ഒരു അവബോധമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇത്തരം വലിയ മഹാവിപത്തിൻ്റെ ആഘാതശേഷി കുറയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.